തൃപ്പൂണിത്തറ ഹിൽ പാലസിൽ വന്നതാണ്. അപ്പം ഒരൊറ്റ വീഡിയോ കൊണ്ട് ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് എത്തിച്ച ഒരാളെ യാദൃശികമായിട്ട് കണ്ടു. തേണ്ടിരിക്കുന്നത് ഏതായിരുന്നു വീഡിയോ? ചപ്പാത്തി എങ്ങനെ എത്രയാണ് 2.3 മില്യൺ? വെറും ചപ്പാത്തി ഉണ്ടാക്കി. അതെ അതെ, അത് എനിക്കൊന്ന് വെറുതെ ഉണ്ടാക്കിയാൽ കിട്ടതാ. കഷ്ടപ്പാട് സഹിച്ചുണ്ടാക്കിയ കുറെ കേക്കിന്റെ വീഡിയോസ് ഉണ്ട്, അതൊന്നും ആരും നോക്കിയിട്ടില്ല. അപ്പൊ ഈ ബാക്കിയുള്ളൊരു വലിയ ആടിനെ മുഴുവത്തോടെ വാങ്ങിച്ചിട്ട് കേറുന്നില്ല മില്യൺ. ചപ്പാത്തി ഉണ്ടാക്കിയ മില്യൺ അടിച്ചത്. എനിക്ക് തോന്നേ സിമ്പിൾ റെസിപ്പീസ് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് കാണിക്കുന്നതായിരിക്കും ആളുകൾക്ക് ഇഷ്ടം. ഒരു പാലപ്പത്തിന്റെ വീഡിയോ 1.5 മില്യൺ വന്നിട്ടുണ്ട്. വീഡിയോ. പിന്നെ എനിക്കത് ബ്യൂട്ടി ചെയ്തതും ഒരു 500K വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഓവന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ അതും യൂട്യൂബിൽ എത്രയാണ് മൊത്തം ഉള്ളത്? 87K സബ്സ്ക്രൈബേഴ്സ്. വ്യൂസ് അനുസരിച്ച് വന്നിട്ടില്ല. എനിക്കാണേ ഞാൻ റെഗുലർ ആയിട്ട് അങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എപ്പോഴും സമയം കിട്ടുന്നു അങ്ങനെ ഇടുക എന്നുള്ളത്. ആ ഒരു എനിക്ക് സംശയം, എന്നെയാണോ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ അങ്ങോട്ടാണോ ഇന്റർവ്യൂ? എനിക്കത് ചപ്പാത്തിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ സ്നേഹക്കൂട്ടില് പോകുന്ന സ്നേഹക്കൂട്ടില്. അതെ അതെ അതെ, സ്നേഹക്കൂട്ടില് നമ്മൾ രണ്ടുപേരും വീഡിയോ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റിയാണ് എന്റെ മുന്നിലിരിക്കുന്നത്. എന്റെ ഒരു ആഗ്രഹം 1 ഇയർ ആയിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു വ്ളോഗ് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. എനിക്കത് ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞു. നമ്മള് ഒരു വ്ളോഗ് ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും കോട്ടയംകാരാണ്. അപ്പൊ ആ ഒരു ഞാൻ കൂടുതലും സൂസമ്മയുടെ വീഡിയോ ഒത്തിരി കാണാറുണ്ട്, രണ്ടുപേരെയും കാണാറുണ്ട് വീഡിയോസ് ഒക്കെ. അപ്പൊ നമ്മളൊരു എന്താ പറയാ, ഒരു ആഗ്രഹമായിരുന്നു മാർക്കാനിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്യാം. പറയൂ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? വിശേഷം അടിപൊളി. ഇന്ന് ഇവിടെ നമ്മുടെ ഹിൽ പാലസിൽ വന്നിട്ട് ഇതിനകത്ത് ആട്ടംതോലിൽ എഴുതിയ ഒരു ബൈബിൾ ഇരിപ്പുണ്ട്. പണ്ട് ഇവിടുത്തെ രാജാവിന് വേറെ ഏതോ ഒരു രാജ്യത്ത് നിന്ന്, ഐ തിങ്ക് ഇറ്റലിയിൽ നിന്നോ മറ്റോ കൊടുത്തു വിട്ടതാണ്. അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. നോക്കാം കാണാൻ പറ്റുമില്ല എന്നുള്ള കാര്യം. പിന്നെ എനിക്ക് ക്യാമറയുടെ മുന്നിരിക്കുമ്പോ അത്ര പെട്ടെന്ന് എനിക്കെല്ലാം കിട്ടുന്നു. ഇന്നിപ്പം ഇത്രയും വലിയ ഞാൻ ആകെ സ്റ്റക്കായി. എനിക്കൊന്നും കിട്ടുന്നില്ല, ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല പറയാനായിട്ട്. ഞങ്ങൾ രണ്ടുപേരും ഫുഡിന്റെ ഫീൽഡാണ്, പക്ഷെ രണ്ടുപേരും 2 ടൈപ്പ് വ്ളോഗാണ് ചെയ്യുന്നത്. ഞാൻ വീട്ടിലെ കിച്ചണിൽ ഇരുന്നിട്ട് റെസിപ്പീസ് ചെയ്യുന്നു, അദ്ദേഹം പല വെറൈറ്റി ഫുഡുകളൊക്കെ പരിചയപ്പെടും. എന്നിട്ട് ചെമ്പൻ ഓംപ്ലേറ്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു വാട്ടർമെലിനകത്ത് കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അത് ഞങ്ങളുടെ വീട്ടിൽ ചെയ്ത് നോക്കിയായിരുന്നു. അതെല്ലാരും മണ്ടത്തരം കാണിക്കുന്ന എല്ലാരും കൊണ്ട് ഫ്രീസറിൽ കയറ്റി വെക്കും. ഞങ്ങളും അത് തന്നെ ചെയ്തു. എന്നിട്ട് അത് പറ്റിയത് കട്ട് ചെയ്യാൻ പ്രയാസമായിരുന്നു. കട്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അത് തണുത്തതിന് ശേഷം കട്ട് ചെയ്തു. പിന്നെ അതിന്റെ പെർഫെക്ഷൻ ഒക്കെ അങ്ങനെ ചെയ്തു. പിന്നെ ബക്കറ്റ് ചിക്കൻ, എന്റെ ബ്രദറിന്റെ ഷെഫാണ്. അപ്പൊ ഞങ്ങൾ ഈ ബക്കറ്റ് ചിക്കൻ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യാനായിട്ടൊക്കെ നോക്കിയായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ബക്കറ്റ് ചിക്കൻ ഇദ്ദേഹത്തിന്റെ വകയാണല്ലേ? ബക്കറ്റ് ചിക്കൻ കന്നുകാലിക്ക് വെള്ളം കൊടുത്തോണ്ടിരുന്ന കാടി കൊടുത്തോണ്ടിരുന്ന എനിക്കൊന്നും അതിന് എത്ര വ്യൂസ് വന്നിട്ടുണ്ട്? അത് ഓൾ അറൗണ്ട് എല്ലാ പ്ലാറ്റ്ഫോമിലൂടെ ഉണ്ട് 1.25 കോടി. അത് എനിക്ക് ഒരുപാട് ആൾക്കാർ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ താങ്കൾ യൂട്യൂബറായി തീരാൻ വേണ്ടി ശ്രമിച്ചതൊരു വരുമാന മാർഗം അത് തന്നെയാണ്. കാരണം ഞാൻ എന്റെ സത്യം അതല്ലേ. കാരണം ഞാൻ നേഴ്സാണ്. എനിക്ക് 2 കുട്ടികളെ ഇട്ടിട്ട് വിദേശത്തേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. സിസ്റ്റർ പുറത്താണ്, പക്ഷെ പിള്ളേരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ്. അതുകൊണ്ട് സ്കൂളിൽ PTA പ്രസിഡന്റാ. അവിടെ കുറെ വേദികൾ കിട്ടും സ്പീച്ച് ചെയ്യാൻ. എന്റെ ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോകണ്ട. എനിക്ക് ഒത്തിരി സ്റ്റേജ്, നമ്മൾ കുറെ നാൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഡമ്മിയായി പോകും നമ്മൾ. സത്യം പറഞ്ഞാൽ യൂട്യൂബിലേക്ക് ഇങ്ങനെ ഒരു ചപ്പാത്തിയുടെ വീഡിയോ കൊണ്ട് അങ്ങനെ പോപ്പുലറായി എന്തെങ്കിലും കാലത്തേക്ക് ആവുമായിരിക്കും. അല്ലെങ്കിൽ ഈ എഡിറ്റിംഗ് ഫീൽഡൊന്നും വലിയ താല്പര്യമോ അല്ലെങ്കിൽ വലിയത് അറിയത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് ചോദിക്കാനായിട്ട് വേറെ യൂട്യൂബേഴ്സ് ആരും പരിചയമില്ല. നമ്മൾ തനിയെ അതാ പറഞ്ഞാൽ ഒരാളെ കൊണ്ട് ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. എല്ലാം എൻ്റെ ഓരോരോ വീഡിയോസും ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ യൂട്യൂബിനകത്ത് ശരിക്കും ഒത്തിരി ട്രിക്കുകളുണ്ട്.
ഈ സമയം വരെ ഒരു ട്രിക്കും ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോ അങ്ങനെയല്ല. ഇപ്പൊ അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ മലയാളിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ആളുകളെ ഉപദേശിക്കണം. സന്തോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ആളുകളുടെ ഭാഗത്ത് എന്തെങ്കിലും കുറവ് കണ്ടുപിടിച്ചേച്ച് അതിനെ ഉപദേശിക്കണം. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് മലയാളിക്ക് ഒരു പ്രത്യേക ത്വരയാണ്. അപ്പൊ ഞങ്ങളൊക്കെ പൊതുവെ എന്നാ ചെയ്യുന്നറിയാമോ, മനഃപൂർവ്വം എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിക്കും വീഡിയോക്കകത്ത്. അപ്പൊ അത്രേ കമന്റ് ഇതായിട്ട് വരും. അപ്പൊ ഈ കമന്റ് ഇത്ര വരുമ്പോഴത്തേക്ക് കമന്റ് റീച്ചാ കൂടുന്നത്. അതിനൊരു അത് വേണം, അത് കൃത്യമായിട്ട് തെറ്റിക്കണം. അതായത് നമ്മളെ ഏറി പോകാത്ത രീതിയിൽ ചെറുതായ രീതിയിൽ തെറ്റൊക്കെ പറ്റിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അടിപൊളിയായിട്ട് പോകും. ഞാൻ ചെയ്യുന്ന ഒരു തെറ്റും പറ്റിക്കാതെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഫുഡിന്റെ ഫീൽഡും കൂടെ ആകുമ്പോഴത്തേക്കും ഈ അളവും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആവണം. അവർ നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റിപ്പോയി ഉടനെ കമന്റ് വിടും. ഒരു പൊറോട്ടയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കറക്റ്റ് അളവ് കറക്റ്റ് ആയിരിക്കണം. അവരെടുത്ത സാധനം എങ്കിലും നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവർ ഉടനെ അതാണ് എനിക്ക് അളവ് ഒക്കെ നോക്കി കേക്ക് ആണെങ്കിലും അളവ് തെറ്റാൻ പറ്റത്തില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച പെർഫെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവ് പ്രധാനമാണ്. അങ്ങനെ എന്താ പറയുക, നമ്മൾ രണ്ടുപേരും ഒരേ ഫീൽഡിലാണ്, രണ്ടുപേരും രണ്ട് രീതിയിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ വ്യൂസ് അനുസരിച്ച് ഉള്ള സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വന്നിട്ടില്ല. അല്ല, അതത്രേ വരത്തുള്ളൂ. കാര്യം എന്താണെന്ന് അറിയാം, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോ നമ്മുടെ മലപ്പുറത്തൊരു പയ്യനാണ് ചെയ്തേക്കുന്നത്. 500+ മില്യൺ. അതായത് കോടിയിൽ പറയാൻ എനിക്ക് അറിയത്തില്ല. ചുരുക്കം പറഞ്ഞാൽ മറ്റേ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഏതാണ്ട് അത്ര ആളുകൾ അത് കണ്ടിട്ടുണ്ട് ആ വീഡിയോ. പക്ഷെ അവനിപ്പോഴും 960K ഏതാണ്ട് ആയിട്ടുള്ളൂ. 500 മില്യൺ ആളുകൾ കണ്ടിട്ട് 1 മില്യൺ പോലും തികഞ്ഞിട്ടില്ല ഇപ്പോഴും. ആലോചിച്ച് നോക്കി. നോർമലി നമ്മൾ വിചാരിക്കും 500 മില്യൻ്റെ വീഡിയോ കയറിയാൽ ഒരു 10 മില്യൺ എങ്കിലും കയറുമെന്ന് വിചാരിക്കും. കയറത്തില്ല, ഫോളോ ചെയ്യത്തില്ല, വീഡിയോ കണ്ടിട്ട് പോകത്തേ ഉള്ള ആളുകൾ. ഇപ്പൊ എനിക്ക് 3 ലക്ഷം 3 ലക്ഷമല്ല, 14 ലക്ഷം ടോട്ടൽ എല്ലായിടത്തും കൂടെ ചേർത്തിട്ട്. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, 3 ഫേസ്ബുക്കിലാണ് എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങിയത്. ഫേസ്ബുക്കിൽ കൂടെയാണ് 7 ലക്ഷം ഉണ്ട്. ഈ ഫേസ്ബുക്കിൽ നിന്ന് റവന്യൂ കിട്ടത്തില്ല. പിന്നെ ഫേസ്ബുക്ക് റവന്യൂ ഉണ്ട്. ഫേസ്ബുക്ക് യൂട്യൂബിനേക്കാളും റവന്യൂ ഉണ്ട്, പക്ഷെ ആർക്കും അറിയത്തില്ല. ആണ്, ഞാനൊക്കെ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല, ഒരിക്കലും ഇടാറില്ല. എനിക്കത് ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യുന്നല്ലാണ്ട് വീഡിയോസ് ഒന്നും ചെയ്യുമോ അങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു ഫേസ്ബുക്കിൽ നിന്ന് റവന്യൂ കിട്ടുന്ന കാര്യമൊന്നും. ഫേസ്ബുക്കിൽ ശരിക്കും റവന്യൂ ഉണ്ടെന്നുള്ള കാര്യം നല്ലൊരു ശതമാനം ആളുകൾക്ക് അറിയത്തില്ല. യൂട്യൂബിനേക്കാളും നല്ല റവന്യൂ ഉണ്ട്. അത് മാത്രമല്ല, ഫേസ്ബുക്കിനൊരു പ്രത്യേകത, ഇപ്പം നമ്മളൊരു വീഡിയോ ഇട്ട് ഒരു രാത്രി കൊണ്ടൊക്കെ ഒരു 1 മില്യൺ ഒക്കെ ഓടി കയറിയെന്ന് വിചാരിക്കും. ഒരു 5 മിനിറ്റുള്ള വീഡിയോ ആണ്, ആവറേജ് വാച്ച് അവർ 2.5 മിനിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരു രാത്രിയോട് 1 ലക്ഷം രൂപ വരെയൊക്കെ കിട്ടുമെന്ന്. സീരിയസ്ലി അത്രയും കിട്ടും. യൂട്യൂബിന് വേണ്ടി എടുക്കുന്ന എഫോർട്ട് ഒന്നും നമുക്ക് എത്ര എഫോർട്ട് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, യൂട്യൂബ് പോലെ ഒന്നും അല്ല, നല്ല കോപ്പിറൈറ്റ് ഉണ്ട്. ആളുകൾ ഭയങ്കര നെഗറ്റീവ് കമന്റ് ആയിരിക്കും. യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും അപേക്ഷിച്ച് ഫേസ്ബുക്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. റിസ്ക് എടുക്കാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നല്ല കാശ് ഉണ്ടാക്കാം. ഞാൻ ചോദിക്കുന്നത്, ഈ യൂട്യൂബിന് വേണ്ടി ഇടുന്ന പ്രിപ്പയർ വെച്ചിരിക്കുന്ന അതേ സെയിം വീഡിയോ നമുക്ക് ഫേസ്ബുക്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യാം? അതിനുവേണ്ടി സെപ്പറേറ്റ് ഫേസ്ബുക്കിലെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 4:5 ആണ്. ഇങ്ങനെ നീളത്തിലിടുന്നത്. ഇൻസ്റ്റാഗ്രാമിലാണ് 16:9 ആണ് വരുന്നത്. 3:3 റേഷ്യോ. അപ്പം രണ്ട് ഫോൺ വെച്ച് വേണം വീഡിയോ എടുക്കാൻ, എങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബിൽ ഫുൾ ലെങ്ത് വീഡിയോ ഇടാതെ റീല് മാത്രം ഇട്ട് പോകും എല്ലാവരും ഇപ്പോൾ മിക്കവരും ചെയ്യുന്നുണ്ട്. അവർ ഇതിലുള്ള യൂട്യൂബേഴ്സ് എല്ലാം തന്നെ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ യൂട്യൂബിൽ ഇടുന്ന അതേ സെയിം വീഡിയോ അങ്ങനെ, അതാണ് എനിക്ക് വ്യൂസ് ഇല്ലാത്തത്. അപ്പോൾ ഇനി എന്താ പറയാനുള്ളത്? എന്തായാലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ ലൈഫിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അങ്ങനെ നടക്കത്തില്ല. ഈ പെട്ടെന്ന് ഇങ്ങനെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നത് എനിക്കൊരുപാട് സന്തോഷം. കാരണം ഒരു ബിഗിനർ യൂട്യൂബറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറേ, എന്നാൽ എനിക്ക് എൻ്റെ ഒരു ഇതുപോലെ ഒരു 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുമ്പോഴാണ്. പക്ഷെ ഞാൻ കുറേ സ്ഥലത്ത് തന്നെ ഉദ്ഘാടനമൊക്കെ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബ്യൂട്ടി പാർലറൊക്കെ ഇനാഗ്രേഷൻ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ജോളി സിൽക്സിൽ അവർ ആർട്ടിസ്റ്റ് വന്നപ്പോഴത്തേക്കും അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി ഒരു വ്ലോഗ് ചെയ്തു. ആക്ച്വലി ഞാൻ വ്ലോഗ് ചെയ്യുന്നത് വളരെ കുറവാണ്. എനിക്ക് കുക്കിംഗ് ഭയങ്കര താല്പര്യമാണ്. എൻ്റെ ചെറിയ പ്രായം മുതൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഈ പ്രസന്റേഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വിചാരിച്ച ഒരു ക്യാപ്പച്ചീനോ ഒക്കെ ഉണ്ടാക്കിയിട്ട് വിളിക്കാം എന്നൊക്കെ വിചാരിച്ചു. ഷുവർ.
എനിക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ. ഓക്കെ, അത് നമുക്ക് അടിപൊളിയാക്കി സ്നേഹക്കൂടിൽ വെച്ചിട്ട് നമുക്ക് 1 ലക്ഷം ആകുമ്പോൾ 1 ലക്ഷം ഞാൻ അവിടുത്തെ അമ്മമാർക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചേച്ചിക്കും 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അവിടെ അമ്മമാരോട് വന്നിട്ട് കേക്കൊക്കെ മുറിച്ചിട്ട് വരാം. ഓക്കെ, ഒറ്റ മാസം കൊണ്ട് 1 ലക്ഷം ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സീക്രട്ട് പറഞ്ഞു. അതായത് ചോദിക്കാൻ മടിച്ചിരിക്കുക, ഫോൺ ഇങ്ങനെ നേരെ പിടിച്ചിട്ട്, ഇപ്പം ഇങ്ങനെ ഹൊറിസോണ്ടല്ലേ പിടിക്കുക, അതിന് വേറെ ഫോൺ നേരെ പിടിച്ചിട്ട് നമ്മുടെ ഫുഡ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കിയിട്ട് അത് 1 മിനിറ്റിനകത്ത് കട്ട് ചെയ്ത് വെച്ച് യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഒറ്റ മാസം തികച്ച് വേണ്ട 100K ആകാൻ. എനിക്ക് എന്നോട് ഷോർട്സ് ആണ് ഒരു മെയിൻ. മാസം മുന്നേ പറഞ്ഞായിരുന്നല്ലേ ഷോർട്സ് ഇടാനായിട്ട്. ഷോർട്സ് ഇട്ടാലേ ഉള്ളൂ നമുക്ക് റീച്ച് കിട്ടത്തുള്ളൂ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ധൈര്യമായിട്ട് ചെയ്ത് 1 മാസം കൊണ്ട് സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും. ഫോളോവേഴ്സ് കൗണ്ട് അടിച്ച് കയറും. താങ്ക് യു സോ മച്ച്. ഞാൻ ഇട്ടിട്ടുണ്ട് 1-2 ഷോർട്സ് അന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 2.9 വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു ഷോർട്സിന്. അത് കണ്ടിന്യൂസ് പോയാൽ മതി, നേരെ അടിപൊളിയാവും. എന്തായാലും ഇങ്ങനെയൊന്ന് കാണാൻ പറ്റില്ല. യെസ്, അപ്പം നമ്മളറിയാവുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ 100K ആയിക്കഴിഞ്ഞാൽ മറ്റേ സ്നേഹക്കുട്ടി പോയി ഒന്ന് പൊളിക്കേണ്ടതാണ്. അതെ അതെ അതെ. യെസ്, അപ്പം സൈനിങ് ഓഫ് ചെയ്യുമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ചെറിയൊരു ചിറ്റ് വീഡിയോ ആയിരുന്നു. പെട്ടെന്ന് ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്.